അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹിക്കാനാകുന്നില്ല. ആ ക്രൂരത കണ്ടാൽ മനസ്സാക്ഷിയുള്ള ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല. കണ്ണ് നിറഞ്ഞുപോയി, മനസ്സാകെ വെങ്ങിപ്പൊട്ടുകയാണ്. ഒരു കുഞ്ഞു പൈതലിനെ, 1.5 വയസ്സ് മാത്രം പ്രായമുള്ള എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞു പൈതലിനെ കൊന്ന, ഇഞ്ചിഞ്ചായി കൊന്നു കളഞ്ഞു അഷ്കർ എന്ന് പറയുന്ന തമ്മാടി. മൃഗം പോലും നാണിച്ചു പോകുന്ന, മനുഷ്യൻ ദുഷിച്ചാൽ മൃഗമാകുന്നു പറയാം. മൃഗത്തിനേക്കാൾ അത് പതിച്ചു പോയി. അത് കാണാൻ കഴിയുമോ ഒരാൾക്ക്? എന്തൊരു സങ്കടമാണ് റബ്ബേ. എന്താ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഈ നടക്കുന്നതൊക്കെ? മനുഷ്യൻ ഇങ്ങനെ തരം താഴുക എന്ന് പറഞ്ഞാൽ ഇനി അവൻക്കും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. പക്ഷെ പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറയാണ്, ജനാധിപത്യ രാജ്യത്ത് കോടതിയാണ് തീരുമാനിക്കേണ്ടതൊക്കെ. പക്ഷേ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നെങ്കിൽ ആ കുഞ്ഞു പൈതലിൻ്റെ നീതി കിട്ടുമായിരുന്നു. തെറ്റാണ് ഞാൻ ആ പറയുന്നത്, പക്ഷേ എങ്കിലും പറയാണ്. അത്രമാത്രം മനസ്സ് മിടിച്ചു പോവുകയാണ്. ഒരു കുഞ്ഞു പൈതലിനിങ്ങനെ എറിഞ്ഞും തനിഞ്ഞും കൊന്നു കളയാൻ അവൻ്റെ മനസ്സിൻ്റെ ആ കട്ടി എത്ര വലുതായിരിക്കും. ദയവ് ചെയ്ത് ഒരു കാര്യം ഞാൻ പറയുന്നു, അഷ്കർ എന്നൊരു മുസ്ലിം പേരായതുകൊണ്ട്, ഒരു മുസ്ലിമിൻ്റെ പേരായതുകൊണ്ട് ഒരിക്കൽ പോലും അത് മുസ്ലിമിൻ്റെ പേരിലേക്ക്, ഇസ്ലാമിൻ്റെ പേരിലേക്ക് വെച്ച് കെട്ടല്ല എന്ന് നിരന്തരം മുസ്ലിങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയാണ്. കാരണം അവനെ ലോകത്തുള്ള എല്ലാവരും എതിർക്കുന്നതോടൊപ്പം കൂടുതൽ എതിർക്കലും മുസ്ലിങ്ങളായിരിക്കും. ഒരു പേര് വെച്ചുകൊണ്ട് എങ്ങനെയാണ് മുസ്ലിം ആവുക? ഒരിക്കൽ പോലും അവനെ മുസ്ലിമായിട്ട്, മുസ്ലിങ്ങളാണ്, മുസ്ലിം പേരാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മുസ്ലിങ്ങളെ ആരും ആക്രമിക്കാൻ വരരുത്. ദയവ് ചെയ്തത് മുസ്ലിങ്ങൾ പൂർക്കൂല. ഒരിക്കലും അവന് ഇസ്ലാമിക പട്ടം ചേർത്തി കൊടുക്കാൻ കഴിയില്ല. അത്രയും വലിയ തമ്മാടിയാണ് അവൻ. അതുകൊണ്ട് പേരങ്ങനെ ആയതുകൊണ്ട് ആരും മുസ്ലിമിൻ്റെ പേരിലും ഇസ്ലാമിൻ്റെ പേരിലും കൊഞ്ഞനം കുത്താൻ വരരുതെന്ന് ആദ്യമായിട്ട് അറിയിക്കുകയാണ്. മനുഷ്യൻ ഇത്ര അതപ്പതിച്ച ഉലായിക്കൽ അന്നാമി ബൽഹും അവല്. ചില മനുഷ്യന്മാർ അങ്ങനെയാണ്, മൃഗാണ്. അല്ല, മൃഗം പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് മൃഗത്തിനേക്കാൾ അതപ്പതിച്ചു പോയ ഒരു കുഞ്ഞു പൈതൽ എന്ത് തെറ്റ് ചെയ്തു? ആർക്കെങ്കിലും കൊടുത്തൂടെ? ഈ അഖില എന്ന സ്ത്രീക്കും ഈ അഷ്കർ എന്ന് പറയുന്നവനും ജീവിക്കണമെങ്കിൽ ജീവിച്ചോളൂ, പക്ഷെ ആർക്കെങ്കിലും കൊടുത്തൂടെ? ആ കുഞ്ഞു പൈതലിന് അതിന് ജീവിക്കാനൊരു അവസരം നൽകിക്കൂടായിരുന്നില്ലേ? അതിന് മുമ്പ് അവൻ വിവാഹം കഴിച്ച ആമിന കോമ സ്റ്റേജിൽ, അതിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അതിലപ്പുറം. ഇങ്ങനെയുള്ള ക്രൂര മൃഗങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അവരുമ്മ പറയുന്നുണ്ട്, അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറയണത് അവനക്ക് വിവാഹം കഴിക്കരുത്, അവനെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല. എന്നിട്ട് പോലും അവൻ വിവാഹം കഴിച്ചു കൊടുത്ത കുടുംബങ്ങളെ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഒരു വിവാഹം വരുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലോണം അന്വേഷിക്കണം. എല്ലാ നിലയിലും, വിശിഷ്യ പള്ളിയിൽ, അമുസ്ലിങ്ങളാണെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള നല്ല ആളുകളോടൊക്കെ അന്വേഷിക്കണം. ക്രിസ്ത്യൻ പള്ളിയായി ബന്ധമുണ്ടോ എന്ന് ക്രിസ്ത്യാനികൾ അന്വേഷിക്കണം. ഒരു നല്ല മനസ്സാണോ എന്ന് അന്വേഷിക്കണം. നല്ലോണം അന്വേഷിക്കാതെ നമ്മുടെ കുട്ടികളെ ഒരിക്കലും ഒരുത്തനും വിവാഹം കഴിച്ചു കൊടുക്കരുത്. കാണാൻ മൊഞ്ചുണ്ടെന്നോ അല്ലെങ്കിൽ കാണാൻ നല്ല ഉഷാറാണെന്നോ വിചാരിച്ചിട്ട് വിവാഹം കഴിച്ചു കൊടുത്താൽ ഇതുപോലുള്ള ഗതികേടിലേക്ക് എത്തും നമ്മുടെ മക്കൾ. പിന്നെ പ്രേമിക്കുന്നവരോട് ഞാൻ പറയാണ്, ബസ്സിൽ വെച്ചോ, സ്കൂളിൽ വെച്ചോ, കോളേജിൽ വെച്ചോ, അല്ലെങ്കിൽ വല്ല കവലയിൽ വെച്ചോ കണ്ടതോടുകൂടെ അങ്ങ് ആകർഷിച്ച് അപാരമായ ലവ് ചെയ്ത് രണ്ടുപേരും ഭയങ്കര ലവായി അവസാനം വീട്ടുകാരും കുടുംബക്കാരൊക്കെ എതിർത്താലും ഞങ്ങൾ ഒന്നിക്കും, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരുപാട് ലവ് മാരേജുകൾ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇതൊരു ഹെർത്തിക്കൽ ഹോർമോണാണ്. ഈ ഹോർമോണ് പിന്നീട് കുറയലെപ്പോഴാണ്? ഈ ഹോർമോൺ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആരെതിർത്താലും, ആര് കുറ്റം പറഞ്ഞാലും
മാതാപിതാക്കളായാലും ആര് പറഞ്ഞാലും അവരോടൊക്കെ വെറുപ്പായിരിക്കും. പിന്നെ ഈ ഹോർമോൺ കുറയലെന്താ? ഇവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് ശാരീരികമായി ബന്ധങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഹോർമോൺ ക്രമേണ കുറയും. പിന്നെ അവർ രണ്ടുപേരും പ്രശ്നങ്ങളാവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പറയുന്നു, ഒരിഞ്ച് പോലും അന്യൊരാളെ പ്രേമിച്ചുകൊണ്ട് നടക്കരുത്. നിങ്ങൾക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉപ്പാനോടും ഉമ്മാനോടും പറയാം, മാതാപിതാക്കളോട് പറയാം, അച്ഛനമ്മമാരോട് പറയാം. എന്നിട്ട് അത് അന്വേഷിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രം ഒന്ന് തയ്യാറാവണേ. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഇതുപോലുള്ള പ്രേമത്തിലൊക്കെ പോയി പെട്ട് ജീവിതം തന്നെ അപകടത്തിലായാൽ പിന്നെ എന്തിനാണ് ജീവിച്ചിരുന്നിട്ട് കാര്യം? മനുഷ്യന് വേണ്ടത് ഹാപ്പിനെസ് അല്ലേ, സന്തോഷമല്ലേ വേണ്ടത്, നല്ലൊരു ലൈഫല്ലേ വേണ്ടത്? ആ ലൈഫ് തകർന്നുകൊണ്ട് എന്തെങ്കിലും കാണുന്നതിന് പുറകൊക്കെ ഓടിയാൽ 5 മിനിറ്റിൻ്റെ ഒരു തെറ്റായിരിക്കും ജീവിതം കംപ്ലീറ്റ് തകർത്തി കളയുക. അതുകൊണ്ട് ലൈഫ് കെയർ ചെയ്യണം, ലൈഫ് സൂക്ഷിക്കണം. ഇതുപോലെ അഷ്കർ എന്ന് പറയുന്ന വൃത്തികെട്ട ഈ കൊടും ക്രൂരനെ പോലെ ഒരുപാട് ക്രൂരന്മാർ ഇനിയുണ്ടോ സംശയിക്കേണ്ടതാണ്. സൂക്ഷിക്കണം നന്നായി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രയാസങ്ങളോ വരികയാണെങ്കിൽ അത് ഉടനെ തന്നെ അറിയിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും മറ്റും അറിയിക്കണം, രക്ഷപ്പെടണം. കാരണം ക്രൂരമായൊരവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിക്കൂടാ. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ആ കുഞ്ഞിനെ ഗെറിഞ്ഞ് കൊല്ലുന്നത് കണ്ടിട്ട്. ആ കുഞ്ഞിനെ ആക്രമിക്കുന്നുണ്ട്, പാവം. അതിനറിയോ എന്താണ്? ഒമാ തദിരി നഫ്സും ബി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, അയ്യി ദമ്പിൻ കുത്തിലത്ത്. എന്തിനു വേണ്ടി എന്നെ കൊന്നതെന്ന് ആ കുഞ്ഞിനെ അറിയില്ലല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ബി അയ്യി ദമ്പിൻ കുത്തിലത്ത്. എന്ത് കുറ്റാണ് ഞാൻ ചെയ്തത്? എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്നെ കൊന്നതെന്നല്ലേ ആ കുഞ്ഞ് ചിന്തിക്കുന്നത്? പടച്ച റബ്ബേ, ഞങ്ങളെ കാക്കണേ ഇതുപോലുള്ള ക്രൂരന്മാരിൽ നിന്ന്, ഈ ക്രൂരന്മാരിൽ നിന്ന് ഈ സമൂഹത്തെയും ഈ നാട്ടിനെയും ജനാധിപത്യ കേരളത്തെയും നീ രക്ഷപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.